അസദിന്റെ വീഴ്ചയ്ക്ക് ശേഷം സിറിയയിൽ എല്ലാം സമാധാനപരമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. സിറിയയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ നൽകുന്നത് മറ്റൊരു ആഭ്യന്തര കലാപത്തിന്റെ സൂചനകളാണ്. സുരക്ഷാ സേനയ്ക്ക് നേരെ അവശേഷിക്കുന്ന അസദ് അനുകൂലികൾ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടെന്ന് മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് തിരിച്ചടിയായി സിറിയൻ സുരക്ഷാ സേന അലാവൈറ്റ്സ് അല്ലെങ്കിൽ അലവി എന്ന ന്യൂനപക്ഷത്തിലെ 52 പേരെ കൂട്ടക്കൊല ചെയ്തെന്ന് യുദ്ധനിരീക്ഷകൻ വെളിപ്പെടുത്തി. അസദിന്റെ പടിയിറങ്ങലിന് പിന്നാലെ വിവിധ പ്രവിശ്യകളായി വേർതിരിഞ്ഞു നിൽക്കുന്ന സിറിയയ്ക്ക് പുതിയ സംഭവ വികാസങ്ങൾ ഒട്ടും ഗുണകരമല്ല. ഡിസംബറിൽ വിമതരായ HTS ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലാണ് ലതാക്കിയ പ്രവിശ്യയിൽ ഉണ്ടായത്. തീരദേശമായ ലതാക്കിയയിലെ ജബ്ലെ പട്ടണത്തിൽ സംഘടിച്ച ആയുധധാരികളായ അസദ് അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടു. 16 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കുന്നു. 28 അസദ് അനുകൂലികളും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അസദിന്റെ ഏറ്റവും അടുത്ത അനുയായിയും കമാൻഡറുമായിരുന്ന സുഹൈൽ അൽ ഹസന്റെ അനുകൂലികൾ ആയുധങ്ങളുമായി പട്രോളിംഗ് കേന്ദ്രങ്ങളും ചെക്ക് പോസ്റ്റുകളും ആക്രമിക്കുകയായിരുന്നു. ദി ടൈഗർ എന്ന് വിളിപ്പേരുള്ള സുഹൈൽ ഹസൻ 2015 വിമതരെ തുരുത്തിയ സൈനിക മുന്നേറ്റത്തിൽ പ്രധാന നേതൃത്വം വഹിച്ചയാളാണ്. സുഹൈൽ അനുകൂലികൾ ഇറാന്റെ പിന്തുണയോടെ ശക്തിയാർജിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ HTHന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ സുരക്ഷാ സേനയ്ക്ക് ഇപ്പോഴത്തെ ആക്രമണം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് HTS നേതൃത്വത്തിലുള്ള സുരക്ഷാ സേന കനത്ത പ്രത്യാക്രമണം നടത്തി. ലതാക്കിയ പ്രവിശ്യയിലെ അൽ ഷീർ അൽ മുഖ്താരിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിലാണ് 52 അലവി പുരുഷന്മാരെ പിടികൂടി വധിച്ചത്. ഒപ്പം ഹെലികോപ്റ്റർ ആക്രമണവും നടത്തി. ഈ മേഖലയിൽ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നുവെന്ന് സന്നദ്ധ സംഘങ്ങൾ വ്യക്തമാക്കി. ഷിയ വിഭാഗത്തിലെ ഒരു ഉപശാഖയാണ് അലാവൈറ്റ്സ് വിശ്വാസ സമൂഹം. അസദ് വംശവും ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അലവികളുടെ ഹൃദയഭൂമിയാണ് ലതാക്കിയ പ്രവിശ്യ. ഇവർക്ക് ഇറാന്റെ ശക്തമായ പിന്തുണയും സൈനിക സഹായവും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് HTH തലവൻ അബു ജുലാനി ആവർത്തിച്ചു പ്രഖ്യാപിച്ച അസദ് അനുകൂലികളുടെ ഭാഗത്തു നിന്നുള്ള കനത്ത ആക്രമണം സിറിയൻ ഭരണകൂടത്തെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ജബ്ലെ മേഖലയിലേക്ക് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. അലവി സമൂഹത്തെ ലക്ഷ്യമിട്ടാണ് HTS നീക്കങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. രക്തരൂക്ഷിതമായ കലാപത്തിലേക്ക് സിറിയ വീണ്ടും വഴുതി വീഴുമോ എന്ന ആശങ്ക ഉയർത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.